Hello everyone, welcome to Gboard. എല്ലാവർക്കും മക്കളെ ജിബോർഡിന്റെ 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ നാഫി. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ബ്ലാങ്കറ്റ് ഓഫ് ദി എർത്ത് അഥവാ ഭൂമിയുടെ പുതപ്പിൽ നിന്ന് അവസാന ഭാഗത്തേക്കുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ആർ ദി ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ? അന്തരീക്ഷത്തിന്റെ വിവിധ പാളികൾ ഏതൊക്കെയാണ്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന്റെ കൂടെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഓരോന്നിന്റെയും ഓരോ പാളിയുടെയും സവിശേഷതകൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഈ പാളികൾ ഓർത്തു വെക്കാൻ നമ്മൾ എന്താണ് ചെയ്യുക? ഏറ്റവും താഴെയുള്ള പാളി ഏതാ? ട്രോപ്പോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, മിസോസ്ഫിയർ ഉണ്ട്, തെർമോസ്ഫിയർ ഉണ്ട്. ശ്രദ്ധിച്ചു വെച്ചാൽ എന്താ അതിന്റെ കോഡ്? ട്രോപ്പോ, സ്ട്രാറ്റോ, മിസോ, തെർമോ, പളി, ലെയർ, പളി, ലെയർ, ട്രോപ്പോ, സ്ട്രാറ്റോ, മിസോ, തെർമോ, പളി, ലെയർ, പളി, ലെയർ, ട്രോപ്പോ, സ്ട്രാറ്റോ, മിസോ, തെർമോ, പളി, ലെയർ, പളി, ലെയർ. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയറിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു 12 കിലോമീറ്റർ ഒക്കെ പോകാറുണ്ട്. പക്ഷേ ഇക്വേറ്റർ റീജിയനിൽ അന്തരീക്ഷത്തിൽ ഭൂമധ്യരേഖയുടെ ഭാഗത്ത് ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? 18 കിലോമീറ്റർ ആണ്. ഇനി ശ്രദ്ധിക്കുന്ന കാര്യം, ഈ ട്രോപ്പോസ്ഫിയർ ഒന്നാമത് ഏറ്റവും താഴെ ലെയർ ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആട്ടെ. ഏറ്റവും താഴെ ആളാരാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അത് കഴിഞ്ഞാൽ ഏതാ? സ്ട്രാറ്റോസ്ഫിയർ. അത് കഴിഞ്ഞാൽ ആരാ? മിസോസ്ഫിയർ. അത് കഴിഞ്ഞാൽ ആരാ? തെർമോസ്ഫിയർ. ഇങ്ങനെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ അഥവാ അന്തരീക്ഷത്തിലുള്ള ലെയേഴ്സ്. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയറിന്റെ പ്രത്യേകം നോക്കുകയാണെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഉള്ള വിൻഡ്, സ്നോ, തണ്ടർ, ലൈറ്റ്നിങ്, റെയിന്, ക്ലൗഡ് ഫോർമേഷൻ ഒക്കെ ഉള്ളത് എവിടെ? ട്രോപ്പോസ്ഫിയറിലാണ്. മേഘങ്ങൾ ഉണ്ടാകുന്നത്, മഴ, മഞ്ഞ്, കാറ്റ്, ഇടി എല്ലാം ഉണ്ടാകുന്നത് എവിടെയാടാ? ട്രോപ്പോസ്ഫിയറിലാണ്. ഇനി ശ്രദ്ധിക്കുക, ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ, ഓരോ 165 മീറ്റർ ഹൈറ്റിലേക്ക് പോകും തോറും 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് എന്ത് കുറയുന്നുണ്ട്? ടെമ്പറേച്ചർ അഥവാ താപനില കുറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ഡിക്രീസ് ചെയ്യുന്നു? ടെമ്പറേച്ചർ അഥവാ താപനില എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ ആണല്ലോ? യെസ്. ഈ ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞിട്ട് അടുത്ത ലെയർ ഏതാ? സ്ട്രാറ്റോസ്ഫിയർ ആണല്ലേ. ആ ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞിട്ട് സ്ട്രാറ്റോസ്ഫിയർ തുടങ്ങുന്ന ആ ഭാഗത്തെ ആ ഒരു ലെയർ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോപ്പോപാസ്. അതായത് ട്രോപ്പോസ്ഫിയർ, അടുത്ത സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞിട്ട് സ്ട്രാറ്റോസ്ഫിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ലെയർ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രോപ്പോ പാസ് എന്ന് പറയുന്നത്. അടുത്ത സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയർ ഏകദേശം എത്രയുണ്ട്? 50 കിലോമീറ്റർ, 50 കിലോമീറ്റർ ഹൈറ്റിലാണ് ആരുള്ളത്? സ്ട്രാറ്റോസ്ഫിയർ ഉള്ളത്. ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് ആരുള്ളത്? ഓസോൺ കേട്ടോ. നമ്മുടെ ഈ എന്താ പറയുക, അംബ്രല ഓഫ് ദി എർത്ത്, ഭൂമിയുടെ കുട എന്ന് വിളിക്കുന്ന ഓസോൺ ഇവിടെയാണ് ഉള്ളത്. ഈ ഒരു സ്ട്രാറ്റോസ്ഫിയറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സോൺ ഉണ്ട്. സ്ട്രാറ്റോസ്ഫിയറിന്റെ ഭാഗത്ത് ഒരു മേഖലയുണ്ട്. ആ മേഖല കഴിഞ്ഞാൽ പിന്നെ സ്ട്രാറ്റോസ്ഫിയറിൽ എന്ത് കൂടും? ടെമ്പറേച്ചർ കൂടും. ശ്രദ്ധിക്കണേ, സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു ലെയർ, ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് കൂടും? ടെമ്പറേച്ചർ അഥവാ താപനില കൂടും. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടുന്നത് എവിടെ മുതലാണ്? ഒരു സോൺ മുതൽ. ആ സോൺ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോതെർമൽ സോൺ. എന്താ വിളിക്കുക? ഐസോതെർമൽ സോൺ. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ ഐസോതെർമൽ സോൺ കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോകും, അവിടെ എന്ത് കൂടും? ടെമ്പറേച്ചർ അഥവാ താപം കൂടും എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കട്ടോ. അടുത്ത ലെയർ ഏതാടാ? അടുത്ത ലെയർ ഏതാണ്? മിസോസ്ഫിയർ ആണ്. ഏതാണ് അടുത്തത്? മിസോസ്ഫിയർ ആട്ടോ. മിസോസ്ഫിയർ എത്രയുടെ ഹൈറ്റ്? 50 to 80 കിലോമീറ്റേഴ്സ്. ദ കോൾഡസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും തണുത്ത പാളിയാണ് ഏത്? മിസോസ്ഫിയർ എന്ന് പറയുന്നത്. -100 ഡിഗ്രി സെൽഷ്യസ് വരെ, -100 ഡിഗ്രി സെൽഷ്യസ് വരെ ഇവിടെ എന്ത് അനുഭവപ്പെടുന്നു? താപനില അനുഭവപ്പെടുന്നു. ഈ ഉൽക്കകൾ അഥവാ മെറ്റിയോസ് ഉണ്ടല്ലോ, മെറ്റിയോസ് അഥവാ ഉൽക്കകൾ കത്തിത്തീരുന്നത് എവിടെ വെച്ചിട്ടാണ്? മെസോസ്ഫിയറിൽ വെച്ചിട്ടാണ്. ഓർത്ത് വെക്കണം, മെസോസ്ഫിയറിൽ വെച്ചിട്ടാണ് എന്ത് കത്തുന്നത്? ഉൽക്കകൾ കത്തുന്നത്. അടുത്തേതാടാ? തെർമോസ്ഫിയർ ആണ്. 80 to 600 കിലോമീറ്ററിൽ എന്താടാ? 80 മുതൽ 600 കിലോമീറ്റർ വരെ ഹൈറ്റിൽ കിടക്കുന്ന ഒരു ലെയർ ആണ് ഇത് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൽ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ലെയർ ആണ് ഇത് തെർമോസ്ഫിയർ. പക്ഷേ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന ലെയർ ഏതാടാ? മിസോസ്ഫിയർ ആട്ടോ. അത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഈ ലെയേഴ്സിന്റെ പെക്യുലാരിറ്റീസ് അഥവാ ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ തെർമോസ്ഫിയറിന്റെ ലോവർ പാർട്ട്, ഇതിപ്പോൾ തെർമോസ്ഫിയർ ആണ്, ഇതിന്റെ താഴ്ന്ന ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അയണോസ്ഫിയർ. എന്താണ് വിളിക്കുക? അയണോസ്ഫിയർ കേട്ടോ. ശ്രദ്ധിക്കണേ, തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരെന്താ? അയണോസ്ഫിയർ എന്നത്. ലോവസ്റ്റ് പാർട്ട് ഓഫ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്ത് നമ്മൾ എന്ത് വിളിക്കുന്നു? അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. കാരണം എന്താ? റേഡിയോ വേവ്സ്, റേഡിയോ തരംഗങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ സഹായിക്കുന്ന അയോൺസ് ഇവിടെ കൂടുതലാണ്. അതുകൊണ്ട് ഇതിന് എന്ത് വിളിക്കുന്നു? അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഇത്രയുമാണ് ഇതിന് പ്രത്യേകത. അപ്പോൾ ഇത് മൺവേടൊക്കെ ചോദിക്കാറുണ്ട്. അയണോസ്ഫിയർ എന്ന് വിളിക്കുക ആരെയാണ്? തെർമോസ്ഫിയറിനെയാണ്. അത് മാത്രമല്ല ഓസോൺ കാണുന്നത് എവിടെയാടാ? നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണ്. അങ്ങനെ ഒരു ഹോംവർക്ക് തരാമെന്ന്. ഈ ഒരു ഹോംവർക്കിന് ആൻസർ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തൂടെ. നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. എന്താണ് ഹോംവർക്ക്? ലിസ്റ്റ് ഔട്ട് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് UV റേസ്. UV രശ്മികളുടെ പ്രതികൂല ഫലങ്ങൾ പട്ടികപ്പെടുത്താൻ കേട്ടോ.
ഒരു ഹോംവർക്ക് ആണല്ലോ സെറ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ഇതിൻ്റെ കൂടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. കാരണം എജ്യൂപോർട്ടിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാമാണ്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ nafi.edupoort തന്നെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക, ഒന്ന് ഫോളോ ചെയ്യട്ടോ. ഓക്കെ, ഓർത്ത് വെച്ചോ nafi.edupoort. ഓക്കെ, യെസ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം മക്കളെ. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഈ ഒരു ഹോംവർക്ക് ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.